അപ്പോൾ ഇവിടുത്തെ മഴയൊക്കെ തീർന്നിട്ടുണ്ട്. സൂര്യനിതാ ഞങ്ങളെ കാണാനൊക്കെ എത്തിയിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ടെന്നൊക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിതാ നമ്മൾ രാവിലെ എണീറ്റു. മോന് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. മോനില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ബോറടിച്ചിരിക്കുകയാണ്. അവനുണ്ടെങ്കിൽ അവൻ്റെ അടുത്തിരുന്ന് അത് വെക്കുക ഇത് വെക്കുക എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ കുറച്ച് അടിയൊക്കെ കൂടിയിരിക്കും. അപ്പോൾ മോൻ്റെ അടുത്തോട്ട് പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ അവന് ക്ലാസ് ആണെന്ന് പറഞ്ഞത് കൊണ്ട് അവളങ്ങനെ പിണങ്ങിയിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ 3 പേരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. എനിക്കിന്ന് മാഗി കഴിക്കാനാണ് തോന്നിയത്. അതുകൊണ്ട് ഞാനൊരു മാഗിയും ഒരു മുട്ടയും വെച്ച് കഴിച്ചു. ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നൂഡിൽസ് ഉണ്ടാക്കിയ ഒരു മുട്ട കൂടെ വെച്ച് അങ്ങനെ കഴിക്കത്തുള്ളൂ. എനിക്ക് ആ കോമ്പിനേഷനാണ് ഇഷ്ടം, വെറുതെ കഴിക്കാൻ ഇഷ്ടമല്ല. പിന്നെ എന്താ മോളിതാ എനിക്ക് വൃത്തിയാക്കിയൊക്കെ തരികയാണ് കേട്ടോ. വീട്ടിൽ പണിയെടുക്കുന്ന ആരെങ്കിലും വേണമല്ലോ, അതുകൊണ്ട് എൻ്റെ മോള് നന്നായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് കഞ്ഞിയാണ് കുടിച്ചത് കേട്ടോ. ഓ സർപ്രൈസ് ആണോ? സോമി ഇത് എഴുതാ മോള്. സുന്ദരി സുന്ദരി എച്ച് ഒന്നുമില്ല. ഓക്കെ ആ ഓക്കെ ഓക്കെ. സമയത്ത് എഴുതാ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചത് ഈവനിങ് പുറത്ത് പോകണമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് പോകുമ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചതാണ്. അപ്പോൾ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചിട്ട് മോള് വിളക്ക് കത്തിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിനടുത്തുള്ളത് തന്നെ കീർത്തി റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോയത്. അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഞാനിങ്ങനെ ഫുഡിൻ്റെ മെനു ഒക്കെ നോക്കുകയാണ് വലുതായിട്ട്. പക്ഷേ എപ്പോഴും അങ്ങനെ നോക്കുമെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഓർഡർ ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷേ ഞാൻ എന്നിട്ട് എന്തെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യും. എന്നിട്ട് വരുന്ന സാധനം എനിക്കിങ്ങോട്ട് ഇഷ്ടപ്പെടുകയില്ല. അതെന്താ ഞാൻ ഇങ്ങനെയെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഞാൻ എന്താ ഇങ്ങനെ. എന്നിട്ട് ഞാൻ കിഴിപ്പൊറോട്ടയാണ് വാങ്ങിയത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഫിഷിൻ്റെ എന്തെങ്കിലും വാങ്ങണമെന്ന് പിന്നെ തോന്നി. ഞാൻ എന്താ ഇങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ അവിടെ ഈ പണ്ടത്തെ നമ്മുടെ കുഞ്ഞിലുള്ള ലോലിപ്പോപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി കഴിച്ചിട്ട് ഇറങ്ങുന്നേ. മോളും കഴിച്ചു, ഞാനും കഴിച്ചു. മോനും മുട്ടായി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ ഇങ്ങനെ കുറേ ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക അങ്ങനെയൊക്കെ കുറേ സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വയറ് ഫുള്ളായത് കൊണ്ട് ലോലിപ്പോപ്പിൽ ഒതുക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോയി. എന്തോ ഒരു സാധനം വാങ്ങിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. മോൾ ഉറങ്ങി. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ചേട്ടൻ ഒരു ഫ്ലാസ്ക് വാങ്ങണമായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ചേട്ടനും മോനും കൂടെ മാളിലോട്ടൊന്ന് പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്